ആത്മരക്ഷ. എന്താണ് ആത്മരക്ഷ? മരണശേഷം ആത്മാവിന് ജീവനുണ്ട് എന്നും സ്വർഗം നരകം എന്നീ രണ്ട് സ്ഥലം ഉണ്ട്. സ്വർഗം എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തോട് നിത്യയുഗായുഗം വസിക്കുന്ന സ്ഥലം. നരകം എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തെ വിശ്വസിക്കായികയാൽ തീയും ഗന്ധവും കത്തുന്ന പൊയ്ക, ഈ അഗ്നിപൊയ്കയിൽ നിത്യയുഗായുഗം വസിക്കുന്ന സ്ഥലം എന്ന് ദൈവവചനം പറയുന്നു. രണ്ട് വഴിയും മനുഷ്യർക്ക് മുമ്പിൽ ദൈവം തുറന്നു വച്ചിരിക്കുന്നു. ഏത് തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നാം തന്നെയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു സന്താന പുഷ്ടിയുള്ളവരായി പെറ്റുപെരുകി ഭൂമിയിൽ നിറഞ്ഞ് ഭൂമിയിലുള്ളതൊക്കെയും അവർക്ക് അനുഭവിപ്പാൻ കൊടുത്തു. ഏതൻ തോട്ടത്തിലാക്കിയിട്ട് അതിൽ ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു. ദൈവ സൃഷ്ടിയിൽ പാമ്പ് കൗശലമേറിയ ഒരു ജീവിയായിരുന്നു. അത് ഹൗവയോട് ദൈവം തിന്നരുതെന്ന് പറഞ്ഞ ഫലം തിന്നാൽ നിങ്ങളും ദൈവത്തെപ്പോലെ നന്മ തിന്മകളെക്കുറിച്ചറിയും എന്ന് പറഞ്ഞു. അങ്ങനെ മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചത് മുഖാന്തരം ദൈവം അവരെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പിന്നെയും മനുഷ്യർ പെറ്റുപെരുകി ദൈവത്തോട് പാപം ചെയ്തുകൊണ്ടിരുന്നു. മനുഷ്യർക്ക് മുമ്പ് ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ദൂതന്മാരും ദൈവത്തോട് അഹങ്കാരം കാണിച്ചു. ആ തെറ്റിപ്പോയ ദൂതന്മാർക്കായി ഒരുക്കിയതാണ് നരകം. മനുഷ്യർ അവരുടെ പാപനിമിത്തം അഗ്നിപൊയ്കയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നറിയുന്ന ദൈവം മനുഷ്യനെ രക്ഷിപ്പാൻ ദൈവം സ്വർഗസിംഹാസനം വിട്ട് ഭൂമി ഞങ്ങളുടെ പാപങ്ങൾക്കായി ക്രിസ്തു തൻ്റെ രക്തത്താൽ മനുഷ്യരെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. യേശു ക്രിസ്തുവിനെ യഹോശുവ മശിഹായെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ദൈവമക്കളാകുവാൻ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല മനുഷ്യരായ ഞങ്ങളെല്ലാവർക്കും അധികാരവും അവകാശവും ദൈവം മനുഷ്യർക്ക് നൽകി. യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പ്രിയരെ, യേശു ക്രിസ്തുവിലൂടെ സൗജന്യ രക്ഷ പ്രാപിക്കുവാൻ സാധിക്കും. ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിലൂടെ മാത്രമേ രക്ഷ നേടാൻ കഴിയൂ. മനുഷ്യർ ജനിച്ചാൽ മരണം ഉറപ്പാണോ എങ്കിൽ സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണ്. മരണശേഷം നമ്മെ സൃഷ്ടിച്ച ദൈവത്തോട് സ്വർഗത്തിൽ ജീവിക്കണോ, നമ്മെ തെറ്റിച്ച് നരകത്തിലാക്കാൻ നോക്കുന്ന പിശാചിനോട് ജീവിക്കണോ, നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. കാലം തികഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ടു സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ.